മാധ്യമപ്രവർത്തകയുടെ പരാതിയിൽ നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിപ്പിക്കാൻ പോലീസ് നീക്കം. കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നത് 2 ആഴ്ച കൂടി നീട്ടാനാണ് നിലവിൽ ധാരണ. നടപടിക്രമങ്ങൾ വൈകിപ്പിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തും കേസ് സജീവമാക്കാൻ പോലീസിനുമേൽ സമ്മർദ്ദമുണ്ടെന്നും ബി.ജെ.പി. നേതാക്കൾ ആരോപിക്കുന്നു. സുരേഷ് ഗോപിക്കെതിരായ മാധ്യമപ്രവർത്തകയുടെ പരാതിയിൽ ലൈംഗിക ദുസൂചനയോടെയുള്ള സ്പർശമെന്ന കുറ്റം ചുമത്തി സെക്ഷൻ 354-യും 1-4 എന്നീ ഉപവകുപ്പുകളുമാണ് ആദ്യം ചേർത്തിരുന്നത്. സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വീണ്ടും 6 പേരിൽ നിന്നും മൊഴിയെടുത്ത് കുറ്റപത്രം സമർപ്പിക്കാനും പോലീസ് തയ്യാറായിരുന്നു. എന്നാൽ നവകേരള സദസ്സിന്റെ പേര് പറഞ്ഞ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ നിന്നും നടക്കാവ് പോലീസ് പിന്നോട്ട് പോയി. ഇതിന് പിന്നാലെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ 2 ആഴ്ച കൂടി വൈകിപ്പിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയത്. മൊഴിയെടുത്ത് വിട്ടയച്ച ശേഷവും സുരേഷ് ഗോപിക്കെതിരെ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ഉൾപ്പെടുത്താൻ ഉന്നതങ്ങളിൽ നിന്നും സമ്മർദ്ദം ശക്തമായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് തുടരന്വേഷണത്തിൽ മാനഭംഗപ്പെടുത്തണമെന്നത് ഉദ്ദേശത്തോടെ സ്പർശിച്ച കുറ്റത്തിനുള്ള 354-ാം വകുപ്പും കൂടി ഉൾപ്പെടുത്തിയത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിന് പിന്നിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യുകയെന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ടെന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ഒപ്പം നടപടിക്രമങ്ങൾ പരമാവധി വൈകിപ്പിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും കേസ് സജീവമാക്കി നിർത്താൻ പോലീസിന് മേൽ സമ്മർദ്ദമുണ്ടെന്നും ബി.ജെ.പി. നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഒരു തരത്തിലും ഈ 2 വകുപ്പുമായിട്ട് സന്ദർഭം ഒരിക്കലും യോജിക്കുന്നില്ല. അതുകൊണ്ട് നിയമപരമായിട്ട് ഈ കേസ് ഒരു കാരണവശാലും നിലനിൽക്കില്ല. പൊതുജനങ്ങൾ നേരത്തെ തന്നെ ഈ കേസ് തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നേരത്തെ ഭാരതീയ ജനതാ പാർട്ടി ആരോപിച്ചതുപോലെ ഈ കേസിൻ്റെ പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പുതിയ വകുപ്പ് കൂടി ചേർത്ത സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിന് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജാമ്യാപേക്ഷ ജനുവരി 8-ന് പരിഗണിക്കുമെന്നാണ് വിവരം. കഴിഞ്ഞ ഒക്ടോബർ 27-ന് കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടെയായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ജനം, കോഴിക്കോട്.